السلام عليكم ورحمة الله. قطبي 77. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله. ഷാരിന്റെ കോലാണ്, പേജ് 32-ലാണ്. ഫൈൻ ഖീല, ചോദിക്കപ്പെട്ടാൽ. ഇത് സുവാലാണ്. എന്താ സുവാൽ എന്ന് പറഞ്ഞാല്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഖബർ എന്ന് പറഞ്ഞാല് സിദ്ക്കിനും കിദിബിനും പറ്റുന്നത്. കളിയ എന്ന് പറഞ്ഞത് താമായ മുറക്കബ് നമ്മൾ പറഞ്ഞല്ലോ. സിദ്ക്കിനും കിദിബിനും പറ്റുന്നതിനെ പറ്റി കളിയ എന്ന് എന്ത് ചെയ്യും പറയും. അതുപോലെ ഖബർ എന്നും പറയും. അപ്പൊ ഈ സിദ്ക്കിനും കിദിബിനും പറ്റ എന്നുള്ളത് അത് സത്യത്തിൽ പറഞ്ഞാല് അതിന്റെ ധാത്തിയായ രൂപത്തിലുള്ള ഏറ്റിമാലാവല്ലോ. അപ്പൊ ധാത്തിയായ രൂപത്തിലുള്ള ഏറ്റിമാലാണെങ്കിൽ സിദ്ക്കിനും കിദിബിനും മനസ്സിലായ പറ്റാത്തതായ ഒരു കലാമിനെ സംബന്ധിച്ച് ഖബറെന്നും കളിയാനും പറയൂലല്ലോ. സത്യത്തിൽ പറഞ്ഞാൽ സിദ്ക്കിനും കിദിബിനും പറ്റാത്ത എത്രയോ കലാമുകൾ ഖബറും കളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതാണ് സവാദിന്റെ രത്ന ചുരുക്കം. നമുക്ക് പോവാം. ഫൈൻ ഖീല, ചോദിക്കപ്പെട്ടാൽ. അൽ ഖബറു, ഖബർ എന്നുള്ളത് ഇമ്മ അൻ യകൂന മുതാബിഖൻ, ഒരു പക്ഷേ അത് യോജിച്ചുകൊണ്ടാണ് വരിക. ഖബർ ഒരു പക്ഷേ യോജിക്കും. ഇതിൽ വാഖി, അത് വാഖീനോട് യോജിക്കും. ഔല, അല്ലെങ്കിൽ യോജിക്കൂല. അങ്ങനെയുള്ള വല്ല ഖബറിയായ കലാമ് ഖബർ എന്ന് പറഞ്ഞാല് വാഖീനോട് ഒത്തുകൊണ്ടും വരും, ഒക്കാതെയും വരും. എന്തായാലേ ഖബർ എന്ന് പറയുന്നത് വാഖീനോട് ഒത്തുകൊണ്ടും വരാം, വക്കാതെയും വരാം. അവന് വേറെ ചോദ്യം. ഫൈൻകാന മുതാബിക്കൻ ലിൽ വാഖി, ഒരു ഖബർ വാഖീനോട് ഒത്തിട്ട് വന്നാലോ ലം യഹ്തമിലിൽ കെദിബ, അത് കെദിബിനിക്ക് പറയാൻ പറ്റൂലല്ലോ അല്ലേ. വാഖീനോട് ഒത്തു കഴിഞ്ഞാൽ പിന്നെ അത് കെദിബിനിക്ക് ഇഹ്തിമാലില്ല. അല്ല, ഇനി വൈലം യക്കും മുതാബിക, ഇനി ഒരു ഖബർ എന്ത് ചെയ്തില്ല, ഒത്തു വന്നില്ല. ഒരു ഖബർ എന്ത് ചെയ്തില്ല, ഒത്തു വന്നില്ല. എന്തിനൊരു വാക്കിനോട് ഒത്തു വന്നില്ല. അങ്ങനെ വന്നാൽ ലം യഹ്തമിൽ സിദ്ഖ്, അവ സിദ്ഖ് എന്നും പറയില്ല. അപ്പൊ ഒരു രൂപത്തിലൂടെ നോക്കുമ്പോ അത് കിദിബിനിക്ക് ഇഹ്തിമാലാവാതെ വന്ന്, വേറൊരു തരീക്കിലൂടെ നോക്കിയപ്പം സിദ്ഖിനും ഇഹ്തിമാലാവാതെ വന്നു. ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ടായി തീരും? ഫലാ ഖബർ, ഒരു ഖബറും ഇല്ല. ഫലാ ഖബറ, ഒരു ഖബറും ദാഖിലുൻ, അത് പ്രവേശിക്കൂല. ഇതിൽ ഹദ്ദി തഅരീഫിൽ നമ്മൾ പറഞ്ഞ ഖബറിന്റെ തഅരീഫിൽ ഒരു ഖബറും എന്ത് ചെയ്യൂല, പ്രവേശിക്കൂല. സുവാല് മനസ്സിലായില്ല? എന്താ സുവാല് പറഞ്ഞത്? ഖബർ എന്ന് പറഞ്ഞാൽ സിദ്ക്കിനും കിദിബിനും പറയാൻ പറ്റുന്നത് എന്നാ. എന്നിട്ട് ചോദ്യക്കാരൻ പറഞ്ഞപ്പോ എന്താണ്? ഖബർ ഒരു പക്ഷേ വാക്കിനോട് ഒത്തിട്ടാവും വരാം, അല്ലെങ്കിൽ ഒക്കാതായും വരാം. വാക്കിനോട് ഒത്തിട്ട് വന്നാൽ അപ്പൊ അത് സിദ്ക്കിനിക്ക് പറയാൻ പറ്റും, പക്ഷെ കിദിബിനിക്ക് പറയാൻ പറ്റൂല. വാക്കിനോട് ഒക്കാതെ വന്നാലോ കിദിബിനിക്ക് പറയാൻ പറ്റൂല, പറ്റും, പക്ഷെ സിദ്ക്കിനിക്ക് പറയാൻ പറ്റൂല. ഈ അടിസ്ഥാനത്തിലൂടെ വെക്കുകയാണെങ്കിൽ ഈ രണ്ട് ഇഹ്തിമാലും കൂടി ഒരിക്കലും ഒരു തഅരീഫിൽ എന്താകുന്നില്ല, ഒരിക്കലും ഒരു ഖബറിൽ വരുന്നില്ല. അപ്പൊ ഈ തഅരീഫിൽ ഒരു ഖബറും എന്ത് ചെയ്യൂല, പ്രവേശിക്കും. എന്നിട്ട് പറയാൻ ഫഖദ് യുജാബു അൻഹു, അതിനക്ക് ഉത്തരം പറയപ്പെടും, അതിനക്ക് ജവാബ് പറയപ്പെടും. ഈ സുവാലിനക്ക് എന്താ സുവാല്? എന്റെ ജവാബ് ബി അന്നൽ മുറാദ ബിൽ വാവിൽ വാസിലത്തി, ഇവിടെ വാസിലത്തായ വാവുണ്ടല്ലോ, എതിലം യഹ്തമിലുൽ സിദ്ഖ വൽ കദിബ എന്നുള്ള ആ വൽ കദിബ എന്നുള്ളിടത്തുള്ള വാവ് കൊണ്ടുള്ള ഉദ്ദേശം
അത് അവിൽ ഫാസിലത്തൂന ഫാസിലത്തായ ഔ ആണ്. ഔ എന്നുള്ളത് മുറാദിന്റെ ഖബറാണ്. ഫാസിലത്ത് എന്നുള്ളത് ഔവിന്റെ സിഫത്താണ്. അപ്പൊ അവിൽ ഫാസിലത്തോ ഫാസിലത്തായ ഔ ആണ്. അപ്പൊ ഒരു പറ്റ സെദിക്കിനിക്ക് പറ്റ അല്ലെങ്കിൽ കെലിബിനിക്ക് പറ്റ, അങ്ങനെ മതി. അങ്ങനെ ആകുമ്പോൾ പ്രശ്നം വരൂല. അപ്പൊ അതിന്റെ മാന എന്താവും? ബി മാന. അപ്പൊ ആ താരീഫിന്റെ മാന എങ്ങനെയാവാ? അന്നൽ ഖബറ, തീർച്ചയായും ഖബർ എന്ന് പറഞ്ഞാല് ഹുവ അത്, അല്ലദീ ഒന്നാണ്, യഅ്തമിദു സിദ്ക അത് സിദ്ക്കിനിക്ക് പറയാൻ പറ്റും, അവിൽ കദിബ അല്ലെങ്കിൽ കദിബിൽ, അല്ലെങ്കിൽ എന്തിനക്ക് പറയാൻ പറ്റും? കദിബിനിക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ല? അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫകുല്ലു ഖബരിൻ സ്വാദിഖ്, അല്ല ഫകുല്ലു ഖബരിൻ എല്ലാ ഖബറും, സ്വാദിഖ് സ്വാദിഖായ ഏത് ഒരു ഖബറായാലും യഅ്തമിദു സിദ്ഖ് അത് സിദ്ഖിനിക്ക് പറയാൻ പറ്റും. സ്വാദിഖായ ഖബർ സിദ്ഖിന് വരാൻ പറ്റും. കുല്ലു ഖബരിൻ കാദിബിൻ കാദിബായ ഖബറോ അത് യഅ്തമിദു കദിബ കദിബിനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഫജമീഉൽ അഖ്ബാരി എല്ലാ ഖബറുകളും ദാഖിലത്തും ഫിൽ ഹദ്ദി തഅരീഫിൽ അതിൽ പ്രവേശിക്കും. അപ്പൊ ഈ പറഞ്ഞ ഔനിക്ക് വാസിദത്തായ വാവിനിക്ക് പിന്നെ ഫാസിദത്തായ ഔവിന്റെ മാന കൊടുത്താൽ മതീന്ന് എന്നാ പ്രശ്നം വരുന്നില്ല. ശരി, അങ്ങനെ ആക്കാം. പക്ഷെ വേറെ കാര്യമല്ലോ, ആദ്യ ജവാബ് നിങ്ങൾ ഈ പറഞ്ഞ ജവാബുണ്ടല്ലോ അത് വയറു മർദിയൻ, അത് അത്ര വലിയ തൃപ്തികരമായ കാര്യമല്ല എന്ന് വെച്ചാല് ഈ എയ്ത്തിമാദി എന്നുള്ള പിന്നെ ലഫ്ദുണ്ടല്ലോ, ആ എയ്ത്തിമാദി എന്നുള്ള ലഫ്ദിനെ പകുതി ഒഴിവാക്കണം. ഇതാണ് ആ പറഞ്ഞുകൊണ്ടുള്ള താല്പര്യം. മർദി അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള താല്പര്യമില്ല. ആ വാക്ക് അവിടെ പറ്റൂല എന്നുള്ള അഭിപ്രായമാണ് ചില പണ്ഡിതന്മാരുടെ അടുക്കൽ, ഉക്കമായിന്റെ അടുക്കൽ. ഈത്തിമാരി എന്നുള്ളതാ വരാൻ പോലെ. ഈ അന്നൽ എയ്ത്തിമാല, ഈ എയ്ത്തിമാരി എന്ന് പറഞ്ഞ പദം ലാ മാന ലഹു, അതിനൊരു മാനയില്ല. ദീനയിലിൻ, ഈ സാഹചര്യത്തിൽ നമ്മളിപ്പം മാന ഇങ്ങനെ വെച്ചാൽ ഒരു മാന വെച്ചല്ലോ, ഏത് സിദ്ക്കിനിക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ കദിബിനിക്ക് പറയാൻ പറ്റും. അഥവാ സാദിഖായ ഖബറൊക്കെ സിദ്ക്കിനിക്കും പറയാൻ പറ്റും, കാദിബായ ഖബറൊക്കെ കദിബിനിക്കും പറയാൻ പറ്റും. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് വെക്കുകയാണെങ്കിൽ അവിടെ ഈത്തിമാദിക്ക് മാനില്ല. അപ്പൊ അവിടെ ഈത്തിമാദ് ആവശ്യമില്ലാന്ന്. ബൽ എന്ന് മാത്രമല്ല യജിബു നിർബന്ധമാകും മൻ യുക്കാല പറയപ്പെടല് മാ സദക്ക ഔ കദിബ. അതാണ്. അപ്പൊ ഖബരിയായ കലാമ് എന്നാൽ മാ സദക്കയാണ് ഔ കദിബ അല്ലെങ്കിൽ കദിബയാണ്. ഒരു പക്ഷെ സാദിഖായ കദിയ അല്ലെങ്കിൽ കാദിബായ കദിയ, ഈ രണ്ടാലൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിനൊക്കെ ഖബരിയായ കലാമ് എന്ന് പറയുള്ളൂ. എന്നാ വൽ ഹഖ് ഫിൽ ജവാബി, ജവാബിലുള്ളതായ ഹഖ്. എന്താ ഹഖ് എന്ന് പറയാനുള്ള കാരണം? ഹഖ് എന്ന് പറഞ്ഞാല് ഇവരിപ്പോ പറഞ്ഞ ജവാബ് അത് അംഗീകരിക്കാൻ കഴിയെങ്കിലും കൂടിയിട്ട് യഥാർത്ഥമായ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ജവാബ് ഒന്നും കൂടി ഒന്ന് മാറ്റി ചിന്തിക്കാവുന്നതാണെന്ന മറുപടിയെ വേറെ രൂപത്തിലൊന്നും നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു രൂപത്തിലൂടെ മനസ്സിലാക്കാം. വൽ ഹഖ് ബിൽ ജവാബ്, ജവാബിലുള്ളതായ ഹഖ് അത് വരാനുള്ള കാരണം തന്നെ ഉള്ളൂ. മനസ്സിലായില്ലേ? അതായത് നമ്മൾ പറഞ്ഞതായ ഈ എഹ്തിമാല് ഉണ്ടല്ലോ, ഈ എഹ്തിമാല് എന്നുള്ള ലഫ്ദ് അത് പെരുമാറണമെങ്കിൽ അത് എങ്ങനെ വരണം? ഒരു ബുദ്ധിമുട്ട്, ഒരു തക്ലീഫ് ഉൾക്കൊള്ളാത്ത രൂപത്തിൽ വരുമ്പോഴാണ് എഹ്തിമാല് എന്നുള്ള ലഫ്ദിനെ സാധാരണ പെരുമാറാറുള്ളത്. കാരണം എഹ്തിമാല് എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ പറ്റിയിട്ട് പണ്ഡിതന്മാര് പറയുന്നത് ദിഹിനിയായ ഒരു ഇംകാനാണ്. ദിഹിനിൽ ഉത്ഭൂതമാകുന്ന ഒരു ഇംകാന്,
ഒരു തഹ്കീക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റൂല. അതാണ് ഇത്തിമാദ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇത്തിമാദ് എന്നുള്ള ലഫ്ദ് വേണ്ട. ഇതാണ് അന്നൽ മുറാദ, തീർച്ചയായിട്ടും ഉദ്ദേശം ഇത്തിമാദുൽ കെദിബി വ സിദ്ഖ്. നമ്മൾ പറഞ്ഞല്ലോ സിദ്ഖിനിക്കും കിദിബിനിക്കും പറയാൻ പറ്റുക എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്ത്? ബി മുജറദിൻ നദരി, വെറും നോട്ടം കൊണ്ട് മാത്രമാണ്. എങ്ങോട്ട് നോക്കിയാൽ മതി? ഖബറിന്റെ മഫ്ഹൂമിലേക്ക്. ഇത്രേ ഉള്ളൂ. ഖബറിന്റെ മഫ്ഹൂമിലേക്ക് സിദ്ഖിനിക്കും കിദിബിനിക്കും പറയാൻ പറ്റാൻ മതി. അത്രേ ഉള്ളൂ. ഖബറിന്റെ മഫ്ഹൂമിലേക്ക് ചിന്തിക്കുമ്പോൾ വേറൊരു ഭാഗത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല, അരിതായ മറ്റുള്ള വിഷയത്തിലേക്കൊന്നും ചിന്തിക്കുന്നില്ല. ഒരു ഖബർ എന്ന് പറയുമ്പോൾ അത് സിദ്ഖിനിക്കും കിദിബിനിക്കും എന്താവണം? ഈത്തിമാലാവണം. ഇത് ആ ഖബറിന്റെ മഫ്ഹൂമിലേക്ക് വെറും നോക്കുക എന്നുള്ള കാര്യം കൊണ്ടിട്ട്. ഒരു മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, വേറൊന്നിലേക്കും നോട്ടല്ല. എന്നാല് വലാ ശക്ക, സംശയമില്ല, അല്ല കൗലന അസ്സമാവു ഫൗക്കന. ഞാൻ വിശദീകരിക്കണം. ഏത്? ഇപ്പൊ ഈ പറഞ്ഞ ജവാബിൽ പറഞ്ഞ ഹക്കിന്റെ അഖിലുകാരുണ്ടല്ലോ, ആ അഖിലുകാരുടെ വിശദീകരണമാണ് ഇനി പറയുന്നത്. അന്ന കൗലന, തീർച്ചയായിട്ടും നമ്മുടെ കൗല്, അസ്സമാവു ഫൗക്കന, ആകാശം മേലെയാണ്. ഇതാ ജറദിന നെവറ ഇലാ മഫ്ഹൂമിൽ ലഫ്ളി, ഇതാ ജറദിന നെവറ, നെവറിനെ നമ്മൾ തനിപ്പിച്ചു, ഇലാ മഫ്ഹൂമിൽ ലഫ്ളി, ലഫ്ളിന്റെ മഫ്ഹൂമിലേക്ക്. ഖബറിന്റെ എന്ന ലഫ്ളുണ്ടല്ലോ, അതിന്റെ മഫ്ഹൂമിലേക്ക് മാത്രം നോക്കിയിട്ട്. ഏത്? അല്ല അസ്സമാവു ഫൗക്കന എന്നുള്ളത്, അസ്സമാവു ഫൗക്കന എന്നുള്ള ആ ലഫ്ളിന്റെ മഫ്ഹൂമിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? അസ്സമാവു ഫൗക്കന, സമാവ് ആകാശത്തിന് നമ്മുടെ മേലെയാണെന്ന് പറഞ്ഞു. അതോടുകൂടി വലം ഞാഴ്ത്തമീരിൽ ഖാരിജ, നമ്മൾ ഖാരിജിയാ രൂപത്തിൽ ഒന്നും ഇത്തിബാർ ചെയ്യുന്നില്ല. ഖാരിജിലേക്ക് ഇത്തിബാർ ചെയ്യുമ്പോഴല്ലേ സിദ്ഖും കിദിബും കടന്നു വരുള്ളൂ. മനസ്സിലായില്ല? സിദ്ഖും കിദിബും പ്രവേശിക്കണമെങ്കിൽ ഖാരിജിനെ എന്ത് ചെയ്യണം? ഇത്തിബാർ ചെയ്യണം. ഇവിടെ ഖാരിജിന് എന്ത് ചെയ്യുന്നില്ല? ഇത്തിബാർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോയോ എഹിത്തമല, ഈ അസ്സമാവു ഫൗക്കന എന്ന് പറഞ്ഞതായ ലഫ്ള് പറയാൻ പറ്റും അഖിലിന്റെ അടുക്കല് അത് കാദിബാണ് എന്ന് എന്ത് ചെയ്യാ? പറയാ. ഖാരിജിന് ഇത്തിബാർ ചെയ്യുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പറയപ്പോ എന്തായി? അസ്സമാവു ഫൗക്കന എന്നുള്ളതായ ആ ഖബറിന്റെ മഫ്ഹൂമിലേക്ക് മാത്രം നോക്കുക, വേറെ ഖാരിജിലേക്ക് ഒന്നും നോക്കുന്നില്ല. അപ്പൊ അത് ബുദ്ധിപരമായി ചിന്തിക്കുമ്പോ അതിനെപ്പറ്റി കാദിബ് എന്ന് പറയാം. ഇത്രയുള്ളൂ. കാദിബ് എന്ന് പറയുമെന്നല്ല പറയുന്നത്, പറയാം. മനസ്സിലായില്ലേ? കാദിബ് എന്ന് പറയാം. ഇത് അസ്സമാവു ഫൗക്കന എന്നുള്ളതിനെ സംബന്ധിച്ച്. അതേപോലെ കൗലുന ഇജ്തിമാഉൻ നഖീലൈനി മൗജൂദ്, ഇജ്തിമാഉൻ നഖീലൈനി മൗജൂദാണ്. ഇതൊരു ഒരു കലാമാണ്. ഇത് ഏറ്റവും ഇത് സിദ്ഖായത് സിദ്ഖിനിക്ക് വരാൻ പറ്റും. ഏത്? നഖീലൈനി ഒരുമിച്ച് കൂടല് മൗജൂദാണ് എന്നുള്ളത് അത് സിദ്ഖിനിക്ക് വരാൻ പറ്റും. എങ്ങനെ? മഫ്ഹൂമിലേക്ക് മാത്രം നോക്കുക, വേറെ അങ്ങോട്ട് നോക്കണില്ല. ഇജ്തിമാഉൻ നഖീലൈനി മൗജൂദൻ എന്നുള്ള ആ കലാമിന്റെ മഫ്ഹൂമിലേക്ക് മാത്രം നോക്കുക, വേറെ ഒന്നിലേക്കും നോക്കാതെ. മനസ്സിലായില്ലേ? അതാ മുജറദുൻ നദർ. അപ്പൊ ഈ മുജറദുൻ നദറിന്റെ അടിസ്ഥാനത്തില് അവിടെ ഇത്തിമാദ് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ആ മുജറദുൻ നദറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? അതായത് അത് മാ യഅ്തമിദു സിദ്ഖ വൽ കദിബ എന്ന് പറയാനുള്ള കാരണം. ആകയാൽ മഫ്ഹൂമു തഖ്സീമി വമുഹസ്സലു തഖ്സീമി, ഈ ഖബരിയായ കലാമിനെ അല്ലെങ്കിൽ മുറക്കബല്ല, ആ താമായ മുറക്കബിനെ നമ്മൾ തഖ്സീമാക്കിയല്ല, ആ തഖ്സീമാക്കിയതിന്റെ അൽ ഹാസിൽ, മനസ്സിലായില്ലേ? ആ തഖ്സീമാക്കിയതിന്റെ ഹാസിൽ തഖ്സീം ആക്കിയതിന്റെ ഹാസിൽ അന്നൽ മുറക്കബ താമ്മ, തീർച്ചയായും താമായ മുറക്കബ്
ഇനിത്തമല സിദ്ക്കവൽ കെദിബ. ഒരു താമായ മുറക്കബ് സിദ്ക്കിനിക്കും കെദിബിനിക്കും പറയാൻ പറ്റുന്നുവെങ്കിൽ, മനസ്സിലായില്ലേ? ഒരു താമായ മുറക്കബാണ്. ആ താമായ മുറക്കബ് ഇപ്പൊ ജാഅദും ഇപ്പൊ താമായ മുറക്കബാണല്ലോ. അത് സിദ്ക്കിനിക്കും പറയാൻ പറ്റും, കെദിബിനിക്കും പറയാൻ പറ്റും. എങ്ങോട്ട് നോക്കിയിട്ട്? ബിഹസബി മഫ്ഹൂമിഹി, മഫ്ഹൂമിലേക്ക് മാത്രം നോക്കിയിട്ട്, വേറെ ഖാരിജിലേക്ക് നോക്കുന്നില്ല. മഫ്ഹൂമിലേക്ക് മാത്രം നോക്കിയിട്ട് സിദ്ക്കിനിക്കും കെദിബിനിക്കും പറയാൻ പറ്റ എന്ന് പറഞ്ഞ വിഷയം പറയാൻ പറ്റിയാല് ഫൗവൽ ഖബറു. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്തെന്ന് പറയാ? ഖബർ എന്ന് പറയാം. വയില്ല ഫഹുവൽ ഇൻഷാഉ. അങ്ങനെ അല്ലെങ്കിൽ അതിനെ പറ്റി എന്തെന്ന് പറയേണ്ടി വരും? ഇൻഷാഹ് എന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ല? അപ്പൊ താമായ മുറക്കബ്, ആ താമായ മുറക്കബ് മഫ്ഹൂമിലേക്ക് നോക്കിയിട്ട് സിദ്ക്കിനിക്കും കെദിബിനിക്കും പറയാൻ പറ്റുന്നുവെങ്കിൽ ഖബർ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഷാഹ് എന്ന് പറയും. ഇനി വഹുവ എന്ന ഈ താമായ മുറക്കബ് തന്നെ, അത് താമായ മുറക്കബല്ല, സോറി, ഖബർ. അപ്പൊ ബഹുവൽ ഖബറു എന്ന ഖബർ എന്ന് പറയും. വയില്ല ബഹുവൽ ഇൻഷാവു അല്ലെങ്കിൽ ഇൻഷാവു എന്ന് പറയും. ഈ ബഹുവ ആ താമായ മുറക്കബ് ഇമ്മ യദുല്ല, ഒരു പക്ഷെ അത് അറിയിക്കും, അതറിയിക്കും. അലാ ത്വലബിൽ ഫീലി, ത്വലബുൽ ഫീലിന്റെ മേൽ അറിയിക്കും. ഒരു ഫീലിനെ തേടുന്നതിന്റെ മേൽ എന്ത് ചെയ്യും? അറിയിക്കും. എങ്ങനെ അറിയിക്കും? ദലാലത്തൻ വദിഇയ്യതൻ, വദിഇയ്യായ ദലാലത്ത് എന്ത് ചെയ്യും? അറിയിക്കും. മനസ്സിലായില്ലേ? വദിഇയ്യായ ദലാലത്ത് എന്ത് ചെയ്യും? അറിയിക്കും. വദിഇയ്യായ ദലാലത്ത് ആദ്യമായി അതിനെ വെച്ച രൂപം, ആദ്യമായിട്ട് അതിനെ എന്തിനാണോ വെച്ചത്, ആ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ, മനസ്സിലായില്ലേ? അപ്പൊ വദിഇയ്യായ അറിയിക്കൽ ദലാലത്തിന്റെ അടിസ്ഥാനത്തില് ത്വലബുൽ ഫീലിന്റെ മേൽ എന്ത് ചെയ്യാ? അറിയിക്കും. അല്ലെങ്കിൽ ഔലാ യദുല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാ? അറിയിക്കാതെ വരാം. ഒരു പക്ഷെ അറിയിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാ? അറിയിക്കാതെ വരാം. ത്വലബുൽ ഫീലിന്റെ മേൽ ചിലപ്പോ അറിയിക്കും, വലിയ രൂപത്തിൽ തന്നെ അറിയിക്കും, അല്ലെങ്കിൽ അറിയിക്കൂല. വലിയ ആ ലഫ്ളിനെ വെച്ചത് തന്നെ ത്വലബുൽ ഫീലിന്റെ മേലാവുക എന്നല്ലാതെ ഒരു ഖബർ പറഞ്ഞിട്ട് ആ ഖബർ കൊണ്ട് ത്വലബുൽ ഫീലിന്റെ മാനാണ് ഉദ്ദേശിച്ചതല്ല. ആ ത്വലബുൽ ആ ലഫ്ളിനെ വെച്ചത് തന്നെ അങ്ങനെ തന്നെയാണ് അവിടെ വിഷയം. അതാണ് വലിയ ദലാലത്ത് എന്ന് പറയുന്നത്. ഔലായതില്ല, അല്ലെങ്കിൽ അറിയിക്കാതെ വരാം. ഇനി പൈന്തല്ല, ഒരു താമായ മുറക്കബ് അറിയിച്ചു. എന്തിന്റെ മേൽ അറിയിച്ചു? അലാ തലബിൽ ഫീലി, തലബുൽ ഫീലിന്റെ മേൽ അറിയിച്ചു. എങ്ങനെ അറിയിച്ചു? ദലാലത്തൻ വദിഇയ്യതൻ, വദിഇയ്യായ രൂപത്തിലുള്ള അറിയിക്കൽ അറിയിച്ചു. എങ്ങനെ? വദിഇയ്യായ രൂപത്തിൽ എന്ത് ചെയ്ത്? അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ ഫഇമ്മ അൻ യുഖാരിനൽ ഇസ്തിഇലാ, ഒരു പക്ഷേ ആ താമായ മുറക്കബ് എങ്കിൽ ആ ഖബരിയായ കലാം എന്താവാം? അത് ഇസ്തിഇലായിനോട് ചേർന്ന് വരാം. ഇസ്തിഇലാ എന്ന് പറഞ്ഞാൽ മേൽഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തിനോട് എന്ത് ചെയ്യാ? കൽപ്പിക്കുക. മേൽഭാഗത്തുള്ളവർ താഴ്ഭാഗത്തുള്ള ആളുകളോട് കൽപ്പിക്കുക. അതാണ് ഇസ്തിഇലായിനോട് ചേർന്ന് വരിക എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ യുക്കാരിന തസാവിയ, തസാവിയോട് ചേർന്ന് വരാം. എങ്ങനെ? അഥവാ ഈ ത്വാലിബും മത്ലൂബും ആരായി? മുതസാവിയായി. വയസ്സിന്റെ വിഷയത്തിൽ മുതസാവിയായി. അല്ലെങ്കിൽ യുക്കാരിനൽ ഹുദുവ, അല്ലെങ്കിൽ താഴ്മ എന്ന് വെക്കുമ്പോൾ, അതായത് താലിബും മത്ലൂബും എന്താണ്? സമാസമാണ്. അല്ലെങ്കിൽ പിന്നെ
ഈ പിന്നെ താജിബ് താഴെ കടയിലും മത്ലൂബ് ഏതാണ് മേലെ കടയിലും അവിടെ ഹുദൂ ഉണ്ടാവുമല്ല. ഇപ്പൊ നമ്മളൊരു ഉസ്താദിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ താഴ്മയോടുകൂടിയല്ല ആവശ്യപ്പെടുക. ഉസ്താദ് ചെയ്തു തരും എന്ന് നമ്മൾ ഒരിക്കലും പറയില്ലല്ല. ഉപ്പയോട് പറയുകയാണെങ്കിൽ ഉപ്പ അത് ചെയ്തു തരും എന്ന് പറയില്ല, വിനയത്തോടു കൂടി ചെയ്തു തരും പറയും. മനസ്സിലായില്ലേ? നമ്മൾ ഉറുദുവിലൊക്കെ പറയുന്നില്ലേ എന്തെന്ന് ആ അതായത് അയ്യേ എന്ന് പറയില്ലേ ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തില്. അപ്പൊ അങ്ങനെ ആവാം. ഇനി പൈൻ കാറനൽ ഇസ്തിലായ ഇസ്തിലായിനോടാണ് ആ തലബുൽ ഫീല് ചേർന്ന് വരുന്നതെങ്കിൽ അമ്ര്. അപ്പൊ അതിനെ സംബന്ധിച്ച് എന്തെന്ന് പറയാ? അമ്ര് എന്ന് പറയാം. പൈൻ കാറെന്ന തസാവിയോട് ചേർന്നിട്ടാണോ അത് വരുന്നതെങ്കിൽ ഫഹുവ ഇൽത്തിമാസവും. എനിക്ക് ഇൽത്തിമാസിന് റിക്വസ്റ്റ് ചെയ്യാന്ന് അറിയും നമ്മൾ. റിക്വസ്റ്റ് ചെയ്യാന്ന് അറിയില്ലേ? ഇപ്പൊ ലിമിറ്റഡ് സ്റ്റോപ്പ് KSRT ലിമിറ്റഡ് സ്റ്റോപ്പിലൊക്കെ ഉണ്ടല്ലോ റിക്വസ്റ്റ് സ്റ്റോപ്പ് ഉണ്ടല്ലോ. ആ സ്റ്റോപ്പ് പറഞ്ഞത്. ഇനി വായും കാറനല്ല ഹുദുവ. ഇനി ഹുദുവിനോട് ചേർന്ന് വന്നു. ഹുദുവിനെന്നാൽ താഴ്മയോടുകൂടി ചോദിച്ച എന്ന് വെച്ചാല് താഴെ കടയിലുള്ളവര് മേലെ കടയിലുള്ള ആളുകളോട് ആവശ്യപ്പെടുക. അപ്പൊ അതിനെ സംബന്ധിച്ച് സുആലും എന്ന് പറയും ദുആ. ഇപ്പൊ നമ്മളില്ലേ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ എന്ന് പറയില്ലേ? എന്താ കാരണം? താഴെ കടയിലുള്ള അടിമ പിന്നെ ഈ മേലെ തട്ടിലുള്ള അള്ളാഹിനോടല്ല ചോദിക്കണത്. അപ്പൊ ഇനി വേറെ ചോദ്യം. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്തെന്ന്, അതായത് ഈ പറഞ്ഞ തലബുൽ ഫീലിനെ പറ്റി പറഞ്ഞോടത്ത് പറഞ്ഞ് വദിവിയായ ദലാലത്ത് കൊണ്ട് അറിയിക്കുക എന്ന് പറഞ്ഞു. വദിവിയായ ദലാലത്ത് കൊണ്ട് അറിയിക്കുക എന്ന് പറഞ്ഞല്ല. എന്ന വൈന്നമ കയ്യത. ഇവിടെ മഹാനായ മുസ്ലിം റഹ്മത്തുള്ളാഹി കൈത് കൊടുത്തത് ആ ദലാലത്തിനക്ക് കൈത് കൊടുത്തു. ഏത് കൊണ്ടാണ് കൈത് കൊടുത്തത്? ബിൽ വദഇ കൊണ്ട് എന്ത് ചെയ്ത് കൈത് കൊടുത്തു. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്? ഇഹ്തിറാസൻ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. അനിൽ അഖ്ബാരി ദാലത്തി അലാ തലബിൽ ഫീലി, തലബുൽ ഫീലിന്റെ മേല് അറിയിക്കുന്നതായ ഖബരിയായ ജുംലയെ തൊട്ട് ഇപ്പൊ നമ്മളിപ്പോ സാധാരണ പറയില്ലേ പിന്നെ ഹമാനല്ലാ അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കേണമേ. ഈ ഹമാന എന്ന് പറഞ്ഞത് എന്താ? ഹമാന എന്നുള്ളത് മാദിയായ ഫീലാണല്ലോ. അത് ഖബരിയായ കലാമാണ്, മാനിയായ. പക്ഷെ അത് വളിന്റെ അടിസ്ഥാനത്തിൽ അത് ഖബറിന്റെ മേലാണ് അറിയിക്കുന്നത്, തലബുൽ ഫീലിന്റെ മേലെ അറിയിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാ നമ്മൾ പറഞ്ഞത് ഇന്ന കൗലൻ. അതാണ് വളിന്റെ അടിസ്ഥാനത്തിലല്ലാതെ തലബുൽ ഫീലിന്റെ മേൽ അറിയിക്കുന്ന ഖബരിയായ കലാമുകളെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വലഴിയായ ദലാലത്ത് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഹമാനല്ലാഹു എന്ന് പറയുന്നത് വലിയ ദലാലത്ത് കൊണ്ടുള്ളത് അമ്രാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ഇനി അത് വിശദീകരിക്കാൻ പോകാണ്. പൈന്ന കൗലന, തീർച്ചയായിട്ടും നമ്മുടെ കൗല് കതബ അലൈക്കുമു സുയാമ, നിങ്ങളുടെ മേൽ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. കതബ അലൈക്കുമു സുയാമ, നോമ്പ് നിങ്ങളെ മേൽ അള്ളാഹു നിർബന്ധമാക്കി. അതിപ്പോ ഖബരിയായ കലാമാണ്. ലഫ്ലിന് അത് ഖബരിയത്തിന്റെ മേലാണ് അത് അറിയിക്കുന്നത്. സുദിക്കിനും ഗിരിബിനും പറ്റാന്നുള്ള രൂപത്തിന്റെ മേലാണ് അത് അറിയിക്കുന്നത്. പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു മാനവീയായ ഒരു അമ്ര അതിലുണ്ട്. മാനവീയായ അമ്ര ഏതാണ്? അള്ളാഹു ആകുന്ന ഞാൻ നിങ്ങളോട് എനിക്ക് നോമ്പ് നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അതാ വരാൻ പോണത്. അതാണ് കതബ അലൈക്കുമു സിയാമ. അല്ലെങ്കിൽ മിങ്കൽ ഫീല, നിന്റെ അടുക്കൽ നിന്ന് ഫീലിനെ ഞാൻ ആവശ്യപ്പെടുന്നു, തേടുന്നു. ഈ പറഞ്ഞതൊക്കെ താല്ലുൻ അത് അറിയിക്കും. എന്തറിയിക്കും? കാരണം അത്ലുബു എന്നുള്ളത് പിന്നെ മുലാരിയായ ഫീലാണ്, കതബ എന്നുള്ളത് അമ്ര ഫീലാണ്, മാദിയായ ഫീലാണ്. ഇവ രണ്ടിലും ഏത് ഉദ്ദേശിക്കാം? നമ്മൾ പറഞ്ഞ തലബിന്റെ മാനാണ് ഉദ്ദേശിക്കുക. അപ്പൊ ഈ പറഞ്ഞ കൗലൊക്കെ ദാല്ലുൻ അത് അറിയിക്കുന്നുണ്ട്. അല്ല തലബുൽ ഫീലിന്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്.
പക്ഷെ ലാക്കിന്നഹു എങ്കിലും ആ തലബുൽ ഫീല് ലൈസ ബിമൗദൂഇൻ അത് വെക്കപ്പെട്ടതല്ല, അല്ല തലബുൽ ഫീലല്ല. ഈ കതബ അലൈക്കും എന്നുള്ളതും അത്ലബു മിങ്കൽ അഫീല എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞതായ കൗല് അത് ലൈസ ബിമൗദൂഇൻ തലബുൽ ഫീൽ, അത് തലബുൽ ഫീലിനക്ക് വേണ്ടി എന്തല്ല വെക്കപ്പെട്ടതല്ല. അത് തലബുൽ ഫീലിനക്ക് എന്തല്ല വെക്കപ്പെട്ടതല്ല. പിന്നെന്തിനേക്കാളോ വെക്കപ്പെട്ടത് വല്ലുൽ ഇഖ്ബാർ ഞാൻ തലബുൽ ഫീൽ, അതായത് തലബുൽ ഫീലിനെ തൊട്ടുള്ളതായ ഇഖ്ബാറിനക്ക് വേണ്ടി വെക്കപ്പെട്ടതാണ്, ഖബർ അറിയിക്കുക, അതാണ്. ഇനി വൈലം യദുല്ല, വൈലം യദുല്ല, ഇനൊരു ഖബർ അറിയിച്ചില്ല. വൈലം യദുല്ല, ഒരു ഖബർ അറിയിച്ചില്ല, അല്ലെങ്കിൽ ഒരു മുറക്കബായ താമ് അറിയിച്ചില്ല. അലാ തലബുൽ ഫീലി, തലബുൽ ഫീലിന്റെ മേലെ എന്ത് ചെയ്തില്ല അറിയിച്ചില്ല. അത് തലബുൽ ഫീലിന്റെ മേലെ എന്ത് ചെയ്തില്ല അറിയിച്ചില്ല. അങ്ങനെ തലബുൽ ഫീലിന്റെ മേൽ അറിയിക്കാതെ വന്നാല് ഫഹുവ തംബീഹുൻ, അതിനെ സംബന്ധിച്ച് എന്താ പറയാ തംബീഹ്. നമ്മൾ വാണിങ് എന്നൊക്കെ പറയില്ലേ, ഉണർത്തുക, വാണിങ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ് ഈ പെട്ടതാണ്. കാരണം എന്താ ബി അന്നഹു, തീർച്ചയായിട്ടും ആ കലാമ് യുനബ്ബിഹു, അത് അറിയിക്കും, അലാമാ ഫീ ളമീരിൽ മുതകല്ലിമി, മുതകല്ലിമിന്റെ മനസ്സിലുള്ള ഒരു വിഷയത്തിന്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട് അറിയിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. കതബ അലൈക്കും സിയാമ എന്ന് പറഞ്ഞാലും അത്ലു മിങ്കൽ ഫെയില എന്ന് പറഞ്ഞാലും മുതകല്ലിം ഉദ്ദേശിച്ച തലബുൽ ഫീലാണ്. അപ്പൊ മുതകല്ലിം ഉദ്ദേശിച്ച തലബുൽ ഫീലിന്റെ മേൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട് അറിയിക്കുന്നുണ്ട്. അങ്ങനെയല്ല, സോറി, നമ്മൾ പറഞ്ഞെന്താ തലബുൽ ഫീലിന്റെ മേൽ അറിയിക്കുന്നില്ല, അപ്പൊ എനിക്ക് തംബീഹ് എന്ന് പറയും. അപ്പൊ ഈ തംബീഹ് എങ്ങനെ കിട്ടുന്നതല്ല, തംബീഹ് എന്നുള്ളത് ലഫ്ള് കിട്ടൂലെന്ന്, അതാ പറഞ്ഞത്. തംബീഹ് എന്നുള്ളത് ലഫ്ള് കിട്ടൂല, അത് ഈ കലാമ് പറയുന്ന മുതകല്ലിമിന്റെ മനസ്സിലുള്ളതായ വിഷയത്തിനെ കിട്ടുള്ളൂ. അതാ നമ്മൾ പറഞ്ഞില്ലേ അന്നഹു യുനബ്ബിഹു അലാ മാഫി ളമീരിൽ മുതകല്ലിം, മുതകല്ലിമിന്റെ ഹൃദയത്തിലുള്ള ഒന്നിന്റെ മേൽ എന്ത് ചെയ്യുക വാണിംഗ് ചെയ്യുക. മനസ്സിലായില്ലേ? അങ്ങനെ വെക്കുമ്പം വയന്തരിജു, അങ്ങനെ വെക്കുമ്പോൾ പ്രവേശിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? വയന്തരിജു, അപ്പോൾ പ്രവേശിക്കും. ഫീഹി, ഈ പറയപ്പെട്ട തംബീഹിന് പ്രവേശിക്കും. അത്തമന്നി വത്തറജ്ജി വന്നിദാഉ വത്തഅജ്ജുബു വൽ ഖസ്മു, എന്തായാലും കസമും ഈ പറയപ്പെട്ടതൊക്കെ അവിടെ എന്താവും ദാഖിലാവും, ഒക്കെ അതില് പ്രവേശിക്കും. ഏത് ഈ തംബീഹി എന്ന് പറഞ്ഞതിൽ എന്ത് ചെയ്യും പ്രവേശിക്കുന്നതാണ്. ഇനി വേറെ ചർച്ച, ഇനി നല്ല രസമുള്ള ചർച്ച. ഇതിപ്പോ താമായ മുറക്കബിനെ പറ്റി തക്സീമാക്കുകയാണല്ലോ. ആ തക്സീമിൽ വരേണ്ട ചിലത് ഇവിടെ പുറപ്പെട്ടിട്ടുണ്ട് എന്നാ പറയുന്നത്. വലിയ കായില് പറയുന്ന ആൾക്ക് പറയാം, അയ്യക്കൂല ഓനക്ക് പറയാം. അൽ ഇസ്തിഫാമു, ഇസ്തിഫാമു എന്നുള്ളതും വന്നഹിയ, നെഹി എന്നുള്ളതും ഖാരിജാനി അനിൽ കിസ്മത്തി, അതിവിടെ കിസ്മത്തിനെ തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട്. നിങ്ങൾ തക്സീമാക്കിയിടത്ത് ഏത് വന്നിട്ടില്ല, ഈ ഇസ്തിഫാം എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല, നെയ്യും ഉൾപ്പെട്ടില്ല എന്ന് ഒരാള് പറയാം. മനസ്സിലായില്ലേ? ഇനി പറയാത്ത ഇനി അത് ഖാരിജാണത് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ പറഞ്ഞ തക്സീമിലെ താമായ മുറക്കബി നമ്മൾ തക്സീമാക്കിയില്ലേ, ആ തക്സീമാക്കിയതില് ഈ ഇസ്തിഫാമും നെയ്യും ഖാരിജാണ് എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാണ് അതഞ്ഞ് പറയാൻ പോണത്. ഫൈനൽ ഇസ്തിഫാമ അമ്മൽ ഇസ്തിഫാമ, ഈ ഇസ്തിഫാം ഖാരിജാകുന്നത് ഫലി അന്നോ, തീർച്ചയായിട്ടും ഇസ്തിഫാം ലാ യലീഖു ജഅലുഹു, അതിനാക്കാൻ പറ്റൂല, അത് യോജിപ്പുള്ള പിന്നെ തെമ്പീഹ്. കാരണം തെമ്പീൽ ഒരിക്കലും ഇസ്തിഫാമിനെ പറ്റുമോ?
പറ്റൂലല്ലോ. ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ അറിവിനെ തേടുകയല്ലേ. അത് ഒരിക്കലും എന്ത് ചെയ്യൂല, ഈ തംബീഹിനെ പെടുത്താൻ പറ്റൂല. കാരണം എന്താ, ഈ ഇസ്തിഫാം എന്ന് പറയുന്നത് ഇസ്തിലാമു മാഫി ലമീരിൽ മുഖാത്തബി. അത് ശരിയാണ്. തംബീഹ് എന്ന മുത്തകല്ലിമിന്റെ ഉള്ള ഒരു വിഷയത്തിന്റെ മേലെ അറിയിക്കുന്നത്. തംബീഹ് എന്നുള്ളത് മുത്തകല്ലിമിന്റെ ഹൃദയത്തിലുള്ള ഒരു വിഷയത്തിന്റെ മേല് അറിയിക്കുന്നതാണ്. നേരെ മറിച്ചുകൊണ്ട് പിന്നെ ഇസ്തിഫാം അങ്ങനല്ല. ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ മുഖാത്തബിന്റെ ഹൃദയത്തിലുള്ളതായ ഒന്നിന്റെ മേൽ എന്ത് ചെയ്യുക, അറിയിക്കലാണ്. മുഖാത്തബിന്റെ ഹൃദയത്തിൽ. പിന്നെ എന്തല്ല ലാ തംബീന ലാ മാഫി ലമീരിൽ മുത്തകല്ലിം. വേണ്ട, മുത്തകല്ലിമിന്റെ ഹൃദയത്തിലുള്ള ഒന്നിന്റെ മേൽ തംബീ ചെയ്യലല്ല. അപ്പൊ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇസ്തിഫാം ഏതിൽ പെടാതെ വരും? നമ്മൾ പറഞ്ഞ തക്സീമിൽ എന്ത് ചെയ്യും? പെടാതെ വരും. ഒരു ചുവാലിട്ടാ. ഇനി രണ്ടാമത് അമ്മൻ നെഹിയും. അപ്പൊ ഈ നെഹി, ഇപ്പൊ നെഹി ഖാരിജാവൂ എന്ന് പറഞ്ഞല്ല. നെഹി ഖാരിജാവൂ എന്ന് പറയാനുള്ള കാരണം എങ്ങനെ? നെയ്യ് ഖാരിജാവുമെന്ന് പറയാനുള്ള കാരണം വലിയ അതിമി ദുഹൂരിഹി തഴത്തല്ല. മനസ്സിലായില്ല? നെയ്യ് എന്നുള്ളത് എവിടെ പ്രവേശിക്കൂല? അമ്രിന്റെ തഴത്തിൽ ഒരിക്കലും എന്ത് ചെയ്യൂല? പ്രവേശിക്കൂല നെയ്യ്. കാരണം എന്താ വെച്ചാൽ അന്നഹോയി അമ്ര എന്ന് പറഞ്ഞ ദാജുനല തലബി തെറുക്കി, അല്ല സോറി, നെയ്യ് എന്ന് പറഞ്ഞാല് ദാജുനല തലബി തെറുക്കി. കാരണം തലബു തെറുക്കിന്റെ മേലാന്ന് അറിയിക്കുക. മറ്റേ ലാലാ തലബിൽ ഫീലിന്റെ മേലല്ല, അമ്ര തലബുൽ ഫീലിന്റെ മേലാന്ന് അറിയിക്കുക. അമ്ര എന്നുള്ളത് തലബുൽ ഫീലിന്റെ മേലാണ് അറിയിക്കുക, മറ്റത് തലബുൽ ഫീലിന്റെ മേലെ അറിയിക്കൂല. അപ്പൊ ഈ അമ്രിന്റെ തയത്തിൽ ഒരിക്കലും അതെന്താവൂല? പ്രവേശിക്കൂല. പക്ഷേ ലാക്കിനിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി, ലാക്കിനിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി എങ്കിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അദറജ പ്രവേശിപ്പിച്ചു അൽ ഇസ്തിഫാമായി, ഇസ്തിഫാമിനെ പ്രവേശിപ്പിച്ചു. തംബീഹി, തംബീഹിന്റെ തയത്തിൽ എന്ത് ചെയ്ത്? പ്രവേശിപ്പിച്ചു. തംബീഹിന്റെ, അതായത് മുസന്നിഫിന്റെ അഭിപ്രായ പ്രകാരം തംബീഹിന്റെ കീഴിലുള്ള ഒന്നാണ് ഏത്? ഇസ്തിഫാം. അപ്പൊ അലച്ചാന്തി വെക്കുമ്പോ ഫലം യഅ്തബിരിൽ മുനാസബത്തൽ ലുഗവിയ്യ. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ലുഗവിയായ മുനാസബത്തിന് എന്ത് ചെയ്യൂല? ഇത്തിബാർ ചെയ്യൂല. എന്താ ലുഗവിയായ മുനാസബത്ത്? നമ്മൾ തംബീഹി എന്ന് പറഞ്ഞ ഹൃദയത്തിലുള്ള ഒന്നിന്റെ മേലെ അറിയിക്കുക, ഇസ്തിഫാം എന്ന മുഖാത്തബിന്റെ ഹൃദയത്തിലുള്ള ഒന്നിന്റെ മേലെ അറിയിക്കുക. ആ ലുഗവിയായ മുനാസബത്ത് അവിടെ ഉണ്ടാവൂല, ഇത്തിബാർ ചെയ്യൂല. അതോടുകൂടെ വൻ നെഹിയും, നെഹി എന്നുള്ളത് തയത്തൽ അമ്രി, അത് അമ്രിന്റെ തയത്തിലുള്ളതാണ്. അമ്രിന്റെ തയത്തിലുള്ളതാണ് ഏത്? നെഹി. അത് ഏതടിസ്ഥാനത്തില്? ബിനാ അന്നല അന്ന തെർക്കവ കഫുൻ നഫ്സില അദ്മുൽ ഫീൽ. അങ്ങനെയാണല്ലോ. അതായത് എടുത്തതിന് വേണ്ടി തെർക്ക് കാരണം നെയ്യിലുള്ള തെർക്കാണല്ലോ. തെർക്ക് എന്ന് പറഞ്ഞാൽ കഫുൻ നഫ്സാണ്. കഫുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതിനെ തൊട്ട് ശരീരത്തിന് എന്ത് ചെയ്യുക? പ്രിവെന്റ് ചെയ്യുക, തടയുക. പിന്നെ എന്തല്ല? ലാ അദമുൽ ഫീലി, ഫീലി ഇല്ലാതിരിക്കലല്ല. അമ്മ ഒന്നിൽ നിന്ന് മിൻ ശൈനിഹി, ആ ഒന്നിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് അയ്യക്കൂന ഫീലാവുക എന്നുള്ളത്. അപ്പം ഫീലാവുക എന്നുള്ളത് വിഷയമായ ഒന്നിൽ നിന്ന്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഫീലിൽ നിന്നുള്ള ഫായിദാന്നും പറയാം ആണെങ്കിൽ, മനസ്സിലായില്ലേ? അതായത് ഒന്നിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് യക്കൂന ഫായിലാവുക. അപ്പൊ ഫായിലാവാൻ പറ്റുന്ന ഒന്നിൽ നിന്ന് എന്ത് ചെയ്യുക? ഫീലിനെ അതും ചെയ്യാം. എങ്കിൽ പതുവാറതിന ഇനി നമ്മൾ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു? വലുവാറതിന നമ്മൾ ഉദ്ദേശിച്ചു. എന്തുദ്ദേശിച്ചു? ഈറാദഹുമായി ഇസ്തിഫാമിനെയും നെഹിനെയും കൊണ്ടുവരഞ്ഞ് കിസ്മത്തിൽ അനി എന്ത് ചെയ്യണം? താമായ മുറയ്ക്ക് നമ്മൾ തസ്സീമാക്കുമ്പോൾ ഇസ്തിഫാമിനെയും അതിൽ ഇൻക്ലൂഡ് ആക്കിയിരുന്ന രൂപത്തിൽ എങ്ങനെ പറയണം? അത് നമുക്ക് പറഞ്ഞുതരാം. കുൽനാ, നമുക്ക് പറയാം. അത് ഇൻഷാവ് എന്ന് പറഞ്ഞാല് ഇമ്മ അല്ല യദുല്ല, ഒരു പക്ഷെ അത് അറിയിക്കാതെ വരാം. അലാ ത്വലബി ഷൈഇൻ ബിൽ വദി, അലാ ത്വലബി ഷൈഇൻ
ബിൽവളി. നമ്മൾ പറഞ്ഞ വഹുവ ഇമ്മ ഈ യദുല്ല എന്ന് പറഞ്ഞില്ലേ, അവിടെ വഹുവന്റെ ദമീർ ഇൻഷായിലേക്ക് വെച്ചാൽ മതി. താമായ മുറക്കബല്ല നല്ലത്. അവിടെ താമായ മുറക്കബ് അമ്മല്ലേ. അപ്പോൾ ഇൻഷായിലേക്ക് ഇൻഷാ തലബുൽ ഫീലിന്റെ മേൽ അറിയിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, അറിയിക്കാതെ വരാം. അതന്നെ, അങ്ങനെ തന്നെ ഇൻഷായിലേക്ക് വെച്ചാൽ മതി. ഇനി നമ്മൾ നോക്കുക. അപ്പൊ എന്തേ പറഞ്ഞത്? അപ്പൊ ഈ തെർക്ക് എന്ന് പറഞ്ഞാല് നഫ്സാണ്, ശരീരത്തെ തടയാം. ആ തഷറബിനി കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാല് അതിന്റെ മാന എന്താണ്? കള്ളു കുടിക്കുക എന്നുള്ളത് ശരീരത്തെ എന്ത് ചെയ്യുക? തടഞ്ഞു നിർത്തുക. പിന്നെ കുടിക്കൽ വിഷയമായ ഒന്നിൽ നിന്ന്, അതായത് ഷാരിബാവാൻ പറ്റിയൊരു വ്യക്തിയിൽ നിന്ന് ഷുർബി ഇല്ലാതാവലെല്ലാവരും ഉദ്ദേശിക്കാം. എന്തായില്ലേ? ഇനി വലു അറുതിന, ഇനി നമ്മൾ ഉദ്ദേശിച്ചാല് ഈറാദുഹുമ, ഈ ഇസ്തിഫാമിനെയും നെയ്യിനെയും കൊണ്ടുവരാൻ, ഇതിൽ കിസ്മത്ത്, ഇവിടെ പറഞ്ഞ കിസ്മത്തിൽ കൊണ്ടുവരാൻ. നമ്മൾ ഇൻഷായിനെ തർത്തീമാക്കിയില്ല. വായിച്ചേ. എന്താണ് കൊല്ലപ്പ നമ്മൾ പറയും അൽ ഇൻഷാവു എന്നുള്ളത് ഇമ്മ അല്ലായതുല്ല, ഒരു പക്ഷെ അറിയിക്കാതെ വരാം. അലാ ത്വലിബ് ചെയ്യും, ഒരു ചെയ്യിന്റെ മേലും അറിയിക്കാതെ വരും. ബിൽ വധു കൊണ്ട് അറിയിക്കൂല. അപ്പൊ വധു കൊണ്ട് അറിയിക്കാതെ വന്നാൽ, വധു കൊണ്ട് അറിയിക്കാന്ന് മനസ്സിലായില്ലേ? ആ ലഫ്ലിനെ വെച്ചതന്നെ അങ്ങനെയാണ്. ആ വൈകി തമ്പീഗ് എന്ന് പറയും. അവ യതുല്ല, അല്ലെങ്കിൽ എന്താവാ, പിന്നെ തലബുൽ ഫീലിന്റെ മേലെ അറിയിക്കാം. അവ വലായഖലു, അപ്പൊ ഒഴിവാവൂല. ഇമ്മായക്കൂനൽ മത്ലൂബ്, ഒരുപക്ഷെ തേടപ്പെടുന്നത് അൽ ഫഹ്മാവ, മനസ്സിലാക്കൽ വിഷയമാകുമ്പോൾ പോവൽ ഇസ്തിഫാമു, അപ്പൊ എനിക്ക് ഇസ്തിഫാമു എന്ന് പറയും. ഔ ഗൈറുഹു, അല്ലെങ്കിൽ ഇസ്തിഫായി ഫഹ്മ് അല്ലാത്തതാവാം. ഫൈമായക്കൂന, ഒരു പക്ഷെ ആ ഫഹ്മ് ആവാം. മാൽ ഇസ്തിലായി, ഒരു പക്ഷെ അത് ഇസ്തിലാവോട് കൂടി വരാം. അല്ലാത്ത തലബുൽ ഫീല്, ഈ തലബുൽ ഫീല് ഏതോടുകൂടി വരാം? ഇസ്തിലായിനോട് കൂടി വരാം. ഇസ്തിലായിനോട് കൂടി വന്നാൽ പോവുക അമ്രിൻ, അത് അമ്രു എന്ന് പറയും. അമ്രാവുന്നത് എപ്പ? ഇൻകാനൽ മത്ലൂബുൽ ഫീല, മത്ലൂബ് തേടപ്പെടുന്ന കാര്യം അത് ഫീലാണെങ്കിൽ. അപ്പൊ നെഹിയൻ, അത് നെഹിയാവും. ഇൻകാനൽ മത്ലൂബു തെർക്ക, അതുമുൽ ഫീൽ. അല്ലെങ്കിൽ തസാവി, അല്ലെങ്കിൽ ഈ തേടുന്നത് എങ്ങനെ വരാം? ഇസ്തിലാവോടുകൂടിയല്ല, തസാവിയോടുകൂടിയാവാം. ഓവ ഇൽത്തിമാസ്, അപ്പൊ എനിക്ക് ഇൽത്തിമാസ് എന്ന് പറയും. അപ്പൊ എനിക്ക് താഴ്മയോടുകൂടിയാവാം. അപ്പൊ ബഹുവ സുവാലു, അപ്പൊ എനിക്ക് സുവാലു എന്നും പറയും. എന്നവ അമ്മൽ മുറക്കബ് വയറു താമി, അപ്പൊ താമല്ലാത്തതായ മുറക്കബ്. ഫൈമായക്കൂനൽ ജുസുസാനി, ഒരു പക്ഷേ രണ്ടാമത്തെ ജുസ് ആവാം. മിനു, അതിൽ നിന്ന് ഉള്ള രണ്ടാമത്തെ ജുസ് കൈതല്ലിൽ അവലി, ഒന്നാമത്തേതിനിക്ക് കൈതാവും. അപ്പൊ എനിക്ക് തെക്കീത്, ഇപ്പൊ ഹയവാനെന്നാത്തിക്കെന്ന് പറഞ്ഞു, അത് താമായ മുറക്കബല്ല, വൈറ് താമായ മുറക്കബാണ്. അതോടുകൂടി രണ്ടാമത്തെ ജുസ് ഒന്നാമത്തെ ജുസീനിക്കത് തോയ് കൈതാണ്, ഹയവാനെന്നാത്തി. ഔലായക്കൂന, ആണെങ്കിൽ അങ്ങനെ ആവാതെ വരാം. അപ്പോൾ വൈറു തകീദിൻ, ഇനി വൈറു തകീദിയാവും. എന്താ രണ്ടാമത്തെ ജുസ് ഒന്നാമത്തേതിനിക്ക് കൈതാണെങ്കിൽ അപ്പൊ തകീദിന് ഹയവാനാത്തിക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ കൈതല്ലാതെ വരാം. അപ്പൊ വൈറു തകീദി എന്ന് പറയും. വൈറു തക്കീദിന്റെ ഉദാഹരണം ഏതുപോലെ? മുറക്കബി മിൻ ഇസ്മിൽ നിന്നും അദാത്തിൽ നിന്നും കലിമത്തിൽ നിന്നും അദാത്തിൽ നിന്നും ഉണ്ടായത്. ഇപ്പൊ ഇസ്മിൽ നിന്നും അദാത്തിൽ ഉണ്ടായതാണ് ഏത്? അഫ്രജിദ് എന്നറിയാം. എനിക്ക് കലിമത്തും അതുപോലെ അദാത്തും ഏതാണ്? ഏത്? കത് റബാന്ന് അറിയാം. മനസ്സിലായ? അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇസ്തിഫാമിനെയും പ്രത്യേകിച്ച് എന്ത് ചെയ്യാം? പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വല്ലാഹു അഅലം ബിസ്സവാബ്.